I think with a high degree of certainty that we have him. ചാർലി കിർക്കിൻ്റെ കൊലയാളി പിടിയിലായപ്പോൾ ഒരു TV ഷോയ്ക്കിടയിൽ വെച്ച് ട്രംപ് പറഞ്ഞത് ഇങ്ങനെയാണ്: അമേരിക്കൻ സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നാകെയാണ് ആ ഒരു കൊലയാളിക്ക് പിന്നാലെ പരക്കം പാഞ്ഞത്. കിട്ടാവുന്ന തെളിവുകൾ എല്ലാം ശേഖരിച്ചു. ഒടുവിൽ വെറും 22 വയസ്സുകാരനായ ആ കൊലയാളിയെ അവർ പിടികൂടി. പേര് ടൈലർ റോബിൻസൺ. അപ്പോഴും ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. എന്തിനാണ് ടൈലർ റോബിൻസൺ കിർക്കിനെ കൊന്നത്? മറ്റൊരു ചോദ്യം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് കിർക്ക് കൊല്ലപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ആ കൊലപാതകം വിവരിച്ചുകൊണ്ടെന്ന് കരുതപ്പെടുന്ന ഒരു പുസ്തകം ആമസോണിൽ പ്രത്യക്ഷപ്പെട്ടത്? കിർക്കിൻ്റെ കൊലപാതകത്തിന് പിന്നിലുള്ള ഗൂഢാലോചന, ദുരൂഹത, അതെന്താണ്? ടൈലർ റോബിൻസനെ പിടികൂടുന്നത് FBI സംബന്ധിച്ചും മറ്റ് അന്വേഷണ ഏജൻസികളെയും സംബന്ധിച്ച് ഒരു ഭാരിച്ച പണിയേ ആയിരുന്നില്ല. കാൽപാദത്തിൻ്റെ അടയാളങ്ങൾ, ഷൂ പ്രിന്റുകൾ തുടങ്ങിയവ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ ലഭിച്ചിരുന്നു. കിർക്കിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച റൈഫിൾ സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്നും കണ്ടെത്തി. സംഭവം നടന്ന മണിക്കൂറുകൾക്കകം തന്നെ കൊലയാളിയുടേതെന്ന് സംശയിക്കുന്ന പല ചിത്രങ്ങളും വീഡിയോകളും അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഉപയോഗിക്കാതെയിരുന്ന ബുള്ളറ്റുകളിൽ ഹേ ഫാസിസ്റ്റ് ക്യാച്ച് എന്നും ഇറ്റാലിയൻ ഫാസിസ്റ്റ് വിരുദ്ധ ഗാനമായ ബെല്ല സിയോ എന്നും എഴുതുകയും ചെയ്തിരുന്നു. ടൈലർ റോബിൻസനെ പിടികൂടാൻ സഹായിച്ചത് സ്വന്തം വീട്ടുകാർ തന്നെയാണ്. അവരാണ് പോലീസിനെ അറിയിച്ചതും മറ്റെല്ലാം ചെയ്തതും. എന്തിനാണ് ഇനി കിർക്കിനെ വെടിവെച്ചു കൊന്നതെന്നത് മാത്രമാണ് ഉയരുന്ന ചോദ്യം. അമേരിക്കയിലെ വലതുപക്ഷ ആക്ടിവിസത്തിൽ ഒഴിച്ചുകൂടാനാകാത്തൊരു സാന്നിധ്യമായിരുന്നു കിർക്ക്. ആൻറ്റി അബോർഷൻ പോളിസികൾ, ക്രിസ്ത്യൻ നാഷണലിസം, കുടിയേറ്റ വിരുദ്ധത, വംശീയത, തോക്കനുകൂല നയങ്ങൾ തുടങ്ങി ഒരു വലതുപക്ഷ ആക്ടിവിസ്റ്റിൻ്റെ എല്ലാ നയരൂപങ്ങളും ഉണ്ടായിരുന്ന ഒരാൾ. ഗേ ലെസ്ബിയൻ ബന്ധങ്ങൾക്കെതിരെ ഇസ്ലാമിൻ്റെ കടുത്ത വിമർശകൻ. എല്ലാറ്റിനുമുപരി ട്രംപിൻ്റെ കടുത്ത അനുയായി. കിർക്കിനെ വെടിവെച്ചു കൊന്നത് അദ്ദേഹത്തിൻ്റെ വലതുപക്ഷ നയങ്ങളോടുള്ള എതിർപ്പിനെ തുടർന്നാണെന്നാണ് യൂട്ട ഗവർണർ സ്പെൻസർ കോക്സ് പറഞ്ഞത്. ടൈലർ റോബിൻസണിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച തെളിവുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ അതിന് സാധ്യതയുണ്ട് താൻ. അതിനിടെ കടുത്ത വംശീയതയും കോക്സ് വിളമ്പുകയുണ്ടായി. കൊലപാതകി അമേരിക്കക്കാരനാണെന്നറിഞ്ഞപ്പോൾ ഞെട്ടിയെന്നും ഏതെങ്കിലും ഒരു അഭയാർത്ഥിയോ ന്യൂനപക്ഷ മതവിഭാഗത്തിൽ നിന്നുള്ളയാളോ ആയിരിക്കാനാണ് തങ്ങൾ ആഗ്രഹിച്ചതെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം, കോക്സ് ഇങ്ങനെ പറയുമ്പോൾ പിന്നിൽ FBI ഡയറക്ടറായ ഇന്ത്യൻ വംശജൻ കാഷ് പട്ടേൽ ഉണ്ടായിരുന്നു എന്നതാണ്. കിർക്കും അനുയായികളും പ്രചരിപ്പിച്ച ആശയങ്ങൾ എങ്ങനെ പ്രതിഫലിക്കുന്നുവെന്നതിന് ഇതിനും നല്ല ഉദാഹരണങ്ങൾ വേണ്ട. കിർക്കിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മറ്റ് ചില സംശയങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട്. കിർക്ക് കൊല്ലപ്പെടുന്നതിന് വെറും മണിക്കൂറുകൾക്ക് മുമ്പ് ദ ഷൂട്ടിംഗ് ഓഫ് ചാർലി കിർക്ക് എന്ന പേരിൽ ആമസോണിൽ ഒരു പുസ്തകം പ്രത്യക്ഷപ്പെട്ടു. അനസ്തേഷ്യ ജെ കാസെ എന്ന എഴുത്തുകാരി എഴുതിയ ഒരു പുസ്തകമായിരുന്നു അത്. യൂട്ട യൂണിവേഴ്സിറ്റിയിലെ വെടിവെപ്പും കിർക്കിൻ്റെ മരണവും തുടർന്ന് അമേരിക്ക നടത്തിയ അന്വേഷണവും എന്നിങ്ങനെയായിരുന്നു ആ പുസ്തകത്തിൻ്റെ തലക്കെട്ട്. എങ്ങനെയാണ് ഈ പുസ്തകം ആമസോണിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നും ആരാണ് ഈ എഴുത്തുകാരി എന്നതും ഒരു വലിയ ദുരൂഹതയായി തുടരുകയാണ്. ഈ സംഭവം കിർക്കിൻ്റെ മരണത്തിൽ ഒരു ദുരൂഹത ഉയർത്തുകയുമാണ്. ഈ കൊലപാതകം ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായിരുന്നോ? ടൈലർ റോബിൻസണുമപ്പുറം ആരൊക്കെയാണ് ഇതിൽ പങ്കാളികൾ? സമീപകാലത്ത് അമേരിക്ക കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കൊലപാതകമായിരുന്നു കിർക്കിൻ്റേത്. അമേരിക്കയെ കുറച്ചൊന്നുമല്ല ഈ കൊലപാതകം ബാധിച്ചിരിക്കുന്നത്, അതാണ് സത്യം. ഹിറ്റ് ലിസ്റ്റ് ഇനിയും വലുതാണെന്നും അടുത്തത് ട്രംപും മസ്കും മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികളുമായിരിക്കുമെന്ന തരത്തിലുള്ള ഒരു വികാരം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കിർക്കിനെ കൊന്നതിന് പ്രതികാരം ചെയ്തിരിക്കുമെന്നാണ് അമേരിക്കയിലെ വലതുപക്ഷക്കാർ പറയുന്നത്. സ്വാഭാവികമായും ആ പ്രതികാരം ഏറ്റുവാങ്ങേണ്ടി വരിക ആ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കായിരിക്കും. കറുത്ത വംശജർ, ഇതര മതസ്ഥർ, മറ്റാശയങ്ങളിൽ വിശ്വസിക്കുന്നവർ, കുടിയേറ്റ വംശജർ, അങ്ങനെയല്ല. കിർക്കിൻ്റെ കൊലയാളിയെ പിടിച്ചെങ്കിലും എന്തിന് എന്ന ചോദ്യം ഇനിയും അവശേഷിക്കുകയാണ്. ആ ഉത്തരം തീവ്ര വലതുപക്ഷ വിശ്വാസികളെ കൊണ്ടുചെല്ലുക എന്തായാലും ഇപ്പോൾ പറയുന്നത് പോലെ ഒരു പ്രതികാരത്തിലേക്ക് തന്നെ ആയിരിക്കുമെന്നത് ഏറെക്കുറെ ഉറപ്പാണ്.